ഹായ്, ഇതിൽ ഷഗ്രി വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നതെന്താ വെച്ചാൽ ഞങ്ങളെ ആമക്കാലം ഇനത്തിൽപ്പെട്ട പൂള ഒന്ന് ഈ കാറ്റും മഴയത്ത് വീണ്. അപ്പോൾ ഞങ്ങൾക്കൊരു 5 കിലോൻ്റെ അടുത്തൊരു പൂള കിട്ടി. അപ്പം അതിൻ്റെ കമ്പ് ഞങ്ങളെ നാട്ടിൽ, ഞങ്ങളെന്ന് പറഞ്ഞാൽ വെള്ളം നിൽക്കാത്ത ഏരിയയാണ്, നല്ല പൊന്തിയ മണ്ണാണ്. എത്ര മഴ ചെയ്താലും വെള്ളം നിൽക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾ കുഴിച്ചിടുന്ന രീതി, ഞാൻ കുഴിച്ചിട്ട് അങ്ങനെയാണ് കുഴിച്ചിട്ടില്ല കേട്ടോ. നമുക്ക് പൂള മോശമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ വിൽപ്പന ഉദ്ദേശത്തിലല്ല ഇത് ഉണ്ടാക്കല്. ഞങ്ങളൊരു ഇതിൽ 100-100 ഉണ്ടാക്കിയാലും ഞങ്ങൾ ആവശ്യം കഴിഞ്ഞ് ഞങ്ങൾ വെട്ടി ഉണക്കിയിട്ടാണ് ഞങ്ങളത് സംസ്കരിച്ചിട്ടാണ് ഞങ്ങൾ കൊടുക്കൽ. അപ്പോൾ ഏത് കാലത്തും നമുക്ക് ഉപയോഗിക്കില്ല. പണ്ടൊക്കെ പൂളപ്പിട്ട് ഇതൊക്കെ ഉണ്ടാക്കി തന്ന ഒരു ഓർമ്മയിൽ ഞങ്ങൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് ആമക്കാലം ഇനത്തിൽപ്പെട്ട പൂളേൻ്റെ കമ്പ്. അപ്പോൾ ഇത് ഞങ്ങൾ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതെങ്ങനെയാണ് ഇത് കുഴിച്ചിടണമെന്നുള്ള ഒരു വീഡിയോ കാട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇന്ന് വന്നിട്ടുള്ളത്. ഇത് 8 മാസം കൊണ്ട് നമുക്ക് വിളവെടുക്കണ പൂളയാണ് കേട്ടോ. ഈ നീളം മതി നമുക്ക് പൂളക്ക്, ഈ മൂള കേട്ടോ. ഇതിൽ കൂടുതൽ നീളത്തിൽ ഇതിന് ലേശം കൂടുതലാണ്, കമ്പ് കേട് വരാത്ത രീതിയിൽ. ലേശം കൂടുതലേക്ക് നീളം വെട്ടണം. നല്ല കമ്പാണിത്. ഇത്രത്തോളം കമ്പാണ് നമ്മൾ ഇങ്ങനെ ഇതാക്കിയിട്ടുള്ളത്. ഇനി ഞങ്ങൾ ചെയ്യലെന്താ വെച്ചാൽ വെണ്ണീരിൽ ഒന്ന് മുക്കി വെക്കും. എന്താ വെച്ചാൽ നമ്മൾ തലപ്പും മാറാണ്ടിരിക്കാനും നല്ലതാണ് വെണ്ണീര്. പണ്ടൊക്കെ കാലത്തൊക്കെ കാരണന്മാരൊക്കെ ഇങ്ങനെയാണ് ചെയ്യൽ. വെണ്ണീരിൽ മുക്കിയിട്ട് ഇങ്ങനെ വെക്കുക ചെയ്യുക. അത് നല്ലതാണ്. വെണ്ണീര് മുക്കി വെച്ചാൽ ഈ കറയൊക്കെ അവിടെ നിന്നോളും. പിന്നെ ഈ തലയും കൂടുതലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ തല മാറിപ്പോവും. അതിന് വേണ്ടിയിട്ടായിരിക്കും കണ്ടിട്ടുണ്ടാകുക. ഇനി നമുക്ക് ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതേമാതിരത്തെ കുണ്ടാണ് ഇവിടെ ഉണ്ടാക്കുക. ഇതൊരു കുറച്ച് കോഴിവളം ഇടുക, അത് വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇതേമാതിരി കോഴിവളം ഇട്ടിട്ടാണ് ഞങ്ങൾ ചെയ്യൽ. കുമ്മായ പയറുണ്ടാക്കിയ സ്ഥലമായിരുന്നു പണ്ട്. എന്നതിന് ശേഷം ഇത് നമുക്ക് മണ്ണിട്ടിട്ട് ഇതേമാതിരി ചെറിയ ചരിച്ച് കുത്ത് ചെയ്യുക. ഇതിൻ്റെ മേലെ ലേശം മണ്ണ് ഞങ്ങൾ വെച്ചു. കാരണം വെച്ചാൽ മഴേൻ്റെ ഒക്കെ ഇത് വരികയാണെങ്കിൽ ഇടാൻ വേണ്ടിയിട്ടാണ്.
ഇപ്പം നമുക്ക് ഇത് വെച്ചാൽ എന്താ ഗുണം വെച്ചാൽ നമുക്ക് മഴക്കാലം ആകുമ്പോഴത്തെ നല്ല കമ്പൊക്കെ കണ്ട് പൊട്ടി തെളുത്തിട്ട് വന്നോളൂ. അപ്പോൾ നല്ല പെട്ടെന്ന് ഇതിന് വളർച്ച കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇത്ര നേരത്തെ ഞങ്ങൾ ഇത് കുഴിച്ചിരുന്നത്. നല്ല വെയിലുള്ള സ്ഥലം. ഇതിലിങ്ങനെ മണ്ണിടണം എന്തിനാ വെച്ചാൽ ഇതിലിപ്പോൾ നമുക്ക് വെള്ളമൊക്കെ തെറിച്ചിട്ട് നാശാണ്ട് അച്ചിട്ടാണ് മണ്ണിടുന്നത്. അപ്പോൾ ഇതിലേക്ക് വല്ലാണ്ടാണ് മണ്ണാട് അമ്പി നിന്നോളും. അതിന് വേണ്ടിയിട്ടാണ്. ഹായ്, ഇതാണ് ഞങ്ങൾ ആമക്കാലം പൂള കണ്ടിട്ട്. ഇതിൻ്റെ കയ്യിനോട് പിടിച്ചിട്ട് പിടിയൊതുക്കണില്ല കേട്ടോ. ഇങ്ങനെ ഒരു അപ്പാണ് വേണ്ടത് കേട്ടോ. ഇവിടെ പൊടുത്തുമ്പോൾ അത്രയും മണ്ണുള്ള സാധനമാണ് ഇത്. കഴിഞ്ഞൊക്കെ കാറ്റിൽ വീണത്. ഇത് നല്ല ഹൈറ്റിലാണ് പോകണത്. ഇത് ഇനി കാറ്റടിച്ചാൽ പൊട്ടിപ്പോകുമോ എന്നുള്ളൊരു പേടിയുണ്ട്. സൈഡ് പൊട്ടിപ്പോയ പ്രശ്നമില്ല. ഈ അടിമുറി പൊട്ടിയാലാണ് ഞാൻ മറിഞ്ഞ് വെട്ടി വീണുപോയാൽ അതവിടെ പൂള ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടോ. ഇത് പൂളയാണ്, മണ്ണ് കൊത്തിയിട്ടതാണ്. അപ്പോൾ എൻ്റെ ഈ പോസ്റ്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ആമക്കാലം പൂള എന്ന് പറഞ്ഞാൽ അടിപൊളി പൂള, നല്ല ടേസ്റ്റാണ്. മഴക്കാലത്താകുമ്പോൾ ചെറിയൊരു കയ്പ്പ് ഇതിന് കൊടുക്കുന്നുണ്ട്. പക്ഷെ വേനൽക്കാലത്താകുന്നില്ല, നല്ല പൊടിയുണ്ട് പൂളക്ക്. പിന്നെ നല്ല കായ്ക്കും ചെയ്യും. അടിയിലേക്ക് ഇങ്ങനെ ഡാമേൻ്റെ കാല് നിൽക്കണമായിട്ട് തന്നെ അടിയിലേക്ക് ഇങ്ങനെ പോവുകയും അങ്ങനെ അത്രയും ടോപ്പ് സാധനം. ഞങ്ങളിപ്പോൾ ഒന്ന് വീണത് ഞങ്ങൾക്ക് പറിച്ചിട്ട് 5 കിലോന് മേലെ ഞങ്ങൾക്ക് പൂള കിട്ടീനി. അപ്പം ഞങ്ങളുടെ നാട്ടിൽ കുഴിച്ചിടുന്നത് ഈ ശൈലിയാണ്. പല നാട്ടിലും പല രീതിയിൽ ഏര് കൂട്ടിയിട്ടുണ്ട്, കൂന കൂട്ടിയിട്ടുണ്ട്. കൂന കൂട്ടിയിട്ടും പറിച്ചെടുക്കാൻ മണ്ണാനുണ്ടെങ്കിൽ പറിച്ചെടുക്കാനൊരു പ്രശ്നമില്ല. ഞങ്ങൾ ഒറ്റ നാന മോട്ടറിട്ട് ഒറ്റ നാന തലേന്ന് നനച്ചിട്ടുണ്ട് പറിക്കും. അപ്പം മൊത്തം പെട്ടെന്ന് കിട്ടും ചെയ്യും.